ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടേതല്ലാത്തതെന്തും അത് ഉപേക്ഷിക്കുക. നിങ്ങൾ അത് ഉപേക്ഷിക്കുന്നത് നിങ്ങളുടെ ദീർഘകാല സന്തോഷത്തിനും പ്രയോജനത്തിനും വേണ്ടിയുള്ളതാണ്. ബുദ്ധൻ. കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്നതിലും വിട്ടുകൊടുക്കുന്നതിലാണ് സദ്ഗതിയെന്ന് പറയുന്നതിന്റെ നേർത്ത സത്യം ഒരു കൊച്ചുമീനിന്റെ കഥയിലൂടെ നമുക്ക് കാണാം. കേരളത്തിന്റെ തീരത്ത് ജനിച്ചു വീണ മീനി കുഞ്ഞൻ തന്റെ ലോകം കടലായിരുന്നു. പവിഴപ്പുറ്റുകൾക്കിടയിൽ ഒളിച്ചും മറഞ്ഞും നീന്തിത്തുടിച്ചും അവൻ ഏറെ സന്തോഷത്തോടെ കഴിഞ്ഞു. ഒരു ദിവസം തിരമാഞ്ചലിൽ കിടന്ന കടകം കണ്ട് അവന്റെ കണ്ണും മിഴിച്ചു. പിറന്നു വീണ കണി കിട്ടിയ ശിശുവിനെപ്പോലെ അവൻ അതിലേക്ക് ആഞ്ഞു ചിരിച്ചു. പതുക്കെ പതുക്കെ കടകം വയറ്റിൽ ഒളിപ്പിച്ചുകൊണ്ട് വീണ്ടും പവിഴപ്പുറ്റിലേക്ക് മടങ്ങി. ഏറെ കഴിഞ്ഞപ്പോൾ കടകത്തിന്റെ ഭാരം അവന് അസഹ്യമായി. നേരത്തെ പോലെ നീന്താൻ കഴിഞ്ഞില്ല. കളിക്കൂട്ടുകാർക്കൊപ്പം മത്സരിക്കാനും തിരമാലകൾ ചാടിക്കടക്കാനും ആഗ്രഹം മുട്ടിട്ടും ചലിക്കാനാവാതെ കഷ്ടപ്പെട്ടു. പവിഴപ്പുറ്റിന്റെ സുരക്ഷിതത്വത്തിനേക്കാൾ നീന്തിത്തുടിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഏറെ പ്രധാനമെന്നു അവൻ തിരിച്ചറിഞ്ഞു. കടകം പുറത്തെടുത്ത് മണ്ണിലേക്കിട്ട് അവൻ മുങ്ങിപ്പൊങ്ങി. ശരീരം ഭാരം രഹിതമായപ്പോൾ ഹൃദയം ഹരിയാട്ടു കളിച്ചു. കൂട്ടുകാരുടെ കൂടെ നീന്തിത്തുടിക്കാൻ ലൈറ്റ് വേഗത്തിൽ അവൻ പാഞ്ഞു. അന്നുമുതൽ കടകം കണ്ടാലും ഒന്ന് തിരിഞ്ഞുനോക്കുക പോലും ചെയ്തില്ല. ഇതാണ് വിട്ടുകൊടുക്കലിന്റെ സന്തോഷം എന്ന പാഠം പഠിപ്പിക്കുന്ന കൊച്ചുമീനിന്റെ കഥ. ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നതിലും വിട്ടുകൊടുക്കുന്നതിലാണ് സന്തോഷവും ഉയർച്ചയും മിന്നുന്നതെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. വിട്ടുകൊടുക്കാനാവാത്തതെന്തും നമ്മുടെ ചിറകുകളെ തളർത്തുകയും ലക്ഷ്യത്തിലേക്കുള്ള പതിനേക്ക് ശല്യം ചെയ്യുകയും ചെയ്യും. ഇത് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും പ്രസക്തമാണ്. നമ്മെ വേദനിപ്പിക്കുന്ന ബന്ധങ്ങൾ, ഉപേക്ഷിക്കാവുന്ന ദുശ്ശീലങ്ങൾ, കൈനക്കുന്ന ഭയങ്ങൾ, നേടാൻ കഴിയാത്ത സ്വപ്നങ്ങൾ, നമുക്ക് കൈവശമില്ലാത്ത സമ്പത്ത്, മറ്റുള്ളവരുടെ അംഗീകാരം കൊതിക്കൽ, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഒരു കടകം പോലെയാണ്. അവ വിട്ടുകൊടുക്കാൻ ധൈര്യം കാണിച്ചാലേ ഹൃദയം ലഘുവായി ആനന്ദത്തിൽ നീന്തിത്തുടിക്കാൻ കഴിയൂ. വിട്ടുകൊടുക്കൽ എളുപ്പമല്ലെന്ന് അറിയുന്നു. പക്ഷേ ഓർക്കുക, ഓരോ വിട്ടുകൊടുക്കലും നമ്മെ കൂടുതൽ ശക്തരും സ്വതന്ത്രരും ആക്കുന്നു. ഭയങ്ങളെ ഉപേക്ഷിച്ച് മുന്നോട്ടു പോയാൽ കൈവരാത്ത വിജയങ്ങൾ കൈവരും. ബന്ധങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ നമുക്ക് അനുയോജ്യരായ യഥാർത്ഥ സന്തോഷം നൽകുന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് വാതിൽ തുറക്കുകയാണ്. ദുശ്ശീലങ്ങൾ ഉപേക്ഷിച്ചാൽ സമാധാനവും ആരോഗ്യവും നേടാൻ കഴിയും. കൈവരാത്ത സ്വപ്നങ്ങളെ വിട്ടുകൊടുത്ത് യാഥാർത്ഥ്യത്തിന്റെ നിലത്ത് കാലുറപ്പിച്ചാൽ കൈവരാവുന്ന ചെറിയ വിജയങ്ങൾ ജീവിതത്തെ സമ്പന്നമാക്കും. മറ്റുള്ളവരുടെ അംഗീകാരം കൊതിക്കുന്നതിനു പകരം സ്വയം അംഗീകരിച്ചാൽ അനിർവചനീയമായ സന്തോഷം കണ്ടെത്താൻ കഴിയും. ഇതൊക്കെയും എളുപ്പമല്ലെന്നറിയാം. പക്ഷേ ഓർക്കുക, ഓരോ വിട്ടുകൊടുക്കലും ഒരു പുതിയ തുടക്കത്തിന്റെ വാതിൽ തുറക്കുന്നു. ഭൂതകാലത്തിന്റെ ചങ്ങലകളിൽ നിന്ന് മോചിതരായി ഭാവിയിലേക്ക് കുതിക്കാനുള്ള ശക്തി വിട്ടുകൊടുക്കലിൽ നിന്നാണ് ലഭിക്കുന്നത്. കടലിൽ സ്വതന്ത്രമായി നീന്തിക്കുതിക്കുന്ന കൊച്ചുമീനിനെപ്പോലെ നമ്മുടെ ചിറകൾ വിടർത്തി ആനന്ദത്തോടെ ജീവിക്കാൻ വിട്ടുകൊടുക്കലിന്റെ കരുത്ത് ഉപയോഗപ്പെടുത്താം. മലയാളത്തിലെ ഇതിഹാസങ്ങളും നാടകങ്ങളും ഭക്തിഗീതങ്ങളും വിട്ടുകൊടുക്കലിന്റെ പ്രാധാന്യം ഒട്ടേറെ തവണ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈഴവേനും മുത്തശ്ശനും കഥയിലെ കണ്ണൻ ഇഷ്ടഭക്ഷണം തന്നെ സ്വന്തം അനുജത്തിക്ക് വിട്ടുകൊടുക്കുന്നത് ഉദാരതയുടെയും വിട്ടുകൊടുക്കലിന്റെയും മഹത്വം വിളിച്ചറിയിക്കുന്നു. അഹല്യ ശാപമോക്ഷം കഥയിലെ ഗൗതമ മഹർഷിയുടെ ക്ഷയകാമുകത്വം ഉപേക്ഷിക്കുന്നതും വിട്ടുകൊടുക്കലിന്റെ ഉന്നതമായ തലം കാണിച്ചു തരുന്നു. എന്നുവച്ച് എല്ലാം വിട്ടുകൊടുക്കണമെന്നല്ല പറയുന്നത്. നമ്മുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കാനുള്ള പരിശ്രമവും ഉപേക്ഷിക്കേണ്ടതില്ല. പക്ഷേ അതിനായി ജീവിതം യാതനയാക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. കൈവരാത്ത കാര്യങ്ങൾക്കായി കരഞ്ഞുമൂക്കുന്നതിനു പകരം നമുക്കുള്ളതിൽ സന്തോഷം കണ്ടെത്തി മുന്നോട്ടു പോകുകയാണ് വിജയിയുടെ വഴി. വിട്ടുകൊടുക്കലിന്റെ പാഠം മനസ്സിലാക്കി ജീവിതം ആഘോഷമാക്കാം. കടലിൽ സ്വതന്ത്രമായി നീന്തിത്തുടിക്കുന്ന കൊച്ചുമീനിനെപ്പോലെ ഹൃദയം ലഘുവാക്കി ആനന്ദത്തോടെ മുന്നോട്ടു പോകാം. നമുക്കുള്ളവയും നമുക്ക് നേടാൻ കഴിയാവുന്നവയും ആസ്വദിച്ചുകൊണ്ട് വിട്ടുകൊടുക്കണം. കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന കടകം പോലെ നമ്മെ തളർത്തുന്ന എന്തും വിട്ടുകൊടുക്കാൻ ധൈര്യം കാണിച്ചാൽ ജീവിതം പുതിയ താളുകളിൽ മനോഹരമായ കഥകൾ എഴുതിത്തുടങ്ങും. വിട്ടുകൊടുക്കലിന്റെ ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെയും വിട്ടുകൊടുക്കാൻ ഉത്പുരുവുന്നില്ല എന്നതാണ്. നമ്മെ മെച്ചപ്പെടുത്തുന്ന, ഉയർത്തുന്ന ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും നർച്ചർ ചെയ്യാനും വിട്ടുകൊടുക്കലും പ്രധാനമാണ്. നമ്മെ ചെറുതാക്കുന്ന, ദുഃഖം നൽകുന്ന ബന്ധങ്ങളാണ് വിട്ടുകൊടുക്കേണ്ടത്. ഈ വിവേകത്തോടെയുള്ള വിട്ടുകൊടുക്കലിലൂടെയാണ് ആരോഗ്യകരവും സന്തോഷകരവുമായ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തെ അലങ്കരിക്കുന്നത്. വിട്ടുകൊടുക്കലിന്റെ കരുത്ത് ഭൗതിക ലോകത്തിന് പുറത്തേക്കും വ്യാപിക്കുന്നു.
നമ്മുടെ ഇടുങ്ങിയ നിലപാടുകളും വിശ്വാസങ്ങളും വിട്ടുകൊടുക്കുമ്പോഴാണ് വളർച്ചയും പുതിയ അറിവുകളും നമ്മിലേക്ക് ഒഴുകിവരുന്നത്. ചുറ്റുമുള്ളവരുടെ വീക്ഷണങ്ങൾ ആദരവോടെ കേട്ടുപഠിക്കാനും സ്വയം പുനർനിർമ്മിക്കാനും വിട്ടുകൊടുക്കൽ പ്രേരിപ്പിക്കുന്നു. കാലത്തിന്റെ പ്രവാഹത്തിൽ നിന്ന് ആരും രക്ഷപ്പെടാനാവില്ല. നമ്മുടെ നേട്ടങ്ങളും പരാജയങ്ങളും സ്വപ്നങ്ങളും ഓർമ്മകളും എല്ലാം കാലം കൈയെടുത്തു പോകും. ഇതും ഒരു തരത്തിലുള്ള വിട്ടുകൊടുക്കലാണ്. ഈ അനിവാര്യത മനസ്സിലാക്കുമ്പോൾ ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കാനും അനാവശ്യമായ പിടിച്ചുവെക്കലുകൾ വിട്ടുകളയാനും നമ്മൾ പ്രേരിതരാകും. വിട്ടുകൊടുക്കലിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് ജീവിതം ഒരു സ്വതന്ത്ര പറവയെപ്പോലെ അനുഭവിക്കാം. വിശാലമായ ആകാശത്തു നീലയിൽ ചിറകു വിടർത്തി പറക്കുമ്പോൾ ലഭിക്കുന്ന ആനന്ദം അളവറ്റില്ലാത്തതാണ്. നമ്മുടെ കയ്യിൽ എത്താത്ത നക്ഷത്രങ്ങളെ കൊതിക്കാതെ നമ്മുടെ കയ്യിലുള്ള കാറ്റിനെ ആസ്വദിക്കാം. കടകം കളഞ്ഞ കൊച്ചുമീനിനെപ്പോലെ ചുമലിലെ ഭാരം ഇറക്കിവെച്ച് ആഹ്ലാദത്തോടെ മുന്നോട്ടു നീന്തി തുടിക്കാം. ഇതാണ് വിട്ടുകൊടുക്കലിന്റെ യഥാർത്ഥ സന്ദേശം. കൈവിട്ടു പോകുന്നതിന്റെ ദുഃഖത്തേക്കാൾ വിട്ടുകൊടുക്കുന്നതിന്റെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ പഠിക്കാം. കാരണം ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നേടുന്നത് നമ്മുടെ സ്വന്തം ജീവിതത്തെ തന്നെ. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.